ഇരുന്നു കൊണ്ട് കാലാട്ടുന്നത് നശിപ്പുകേടാണെന്ന് പലരും പറഞ്ഞു കേട്ടുന്നു. ഇതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വല്ല തെളിവുമുണ്ടോ എന്നാണ്. അത് പറഞ്ഞു കേൾക്കുന്നത് ഇത് മാത്രമല്ല, പലതരം പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഓരോ നാട്ടിലും ഇതിന് വ്യത്യാസം ഉണ്ടാവും. എൻ്റെ നാട്ടിലൊക്കെ അതിരാവിലെ എണീറ്റ് മുരിങ്ങ തലേന്ന് രാത്രി മുരിങ്ങ ഊരിയ അതിന് കോച്ചിൽ എന്നാണ്, മുരിങ്ങയുടെ കോച്ചിൽ അത് കണ്ടു കഴിഞ്ഞാൽ അപകടമാണെന്നാണ്. അത് വെറുതെ ഇരുന്നിങ്ങനെ കാലാട്ടി കഴിഞ്ഞാൽ വാപ്പയോ ഉമ്മയോ മരിക്കുമെന്നാണ്. ഇങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ പൂച്ച വിലങ്ങ് മുറിഞ്ഞ യാത്ര പോകുമ്പോൾ ഒരു കറുത്ത പൂച്ചയാണ് വിലങ്ങ് പാഞ്ഞതെങ്കിൽ ആക്സിഡന്റ് ഉറപ്പാണ് എന്നാണ്. കാലിക്കൊട്ട അങ്ങനെ ഓരോ നാട്ടിലും ഇപ്പോൾ കൈ ചൊറിഞ്ഞാൽ, വലത്തെ കൈ ചൊറിഞ്ഞാൽ കാശ് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ്. അടുപ്പാളിയാൽ അത് വിരുന്നുകാർ വരാൻ സാധ്യതയുണ്ടെന്ന്. കാക്ക ഒരു പ്രത്യേക രൂപത്തിൽ ശബ്ദം ഉണ്ടാക്കിയാൽ വിരുന്നുകാർ വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഗൗളി പല്ലി ശബ്ദം ഉണ്ടാക്കിയാൽ അതിനൊരർത്ഥങ്ങൾ. ഇങ്ങനെ മനുഷ്യൻ ഏതോ ചില അബദ്ധധാരണകളിൽ നിന്ന് കൊണ്ടുവന്ന, അത് മതപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ പരിചയസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം കുടിച്ചാൽ ദാഹം മാറും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്, അത് പരിചയത്തിനുള്ളതാണ്. ഇതേപോലെ കാലാട്ടിയാൽ ഒരു ദൗർഭാഗ്യം വരും എന്നത് മതം പഠിപ്പിച്ചിട്ടുമില്ല. അതേപോലെ തന്നെ ഇങ്ങനെ അനുഭവങ്ങളിൽ നിന്ന്, ഇപ്പോൾ കാലാട്ടിയ അപകടം വരികയാണെങ്കിൽ അപകടങ്ങൾ നടക്കാത്ത ഒരു സെക്കൻഡ് ലോകത്ത് എവിടെ ഉണ്ടാവില്ല. എല്ലാവരും കാലാട്ടും, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ തീർത്തും അബദ്ധജടിലമാണ്. ഇസ്ലാം അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടേ ഇല്ല.